ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. സുഭാഷിതങ്ങൾ പുസ്തകങ്ങൾ വായന 28-ാം അധ്യായം 27-ാം തിരുവചനമാണ്. ദാരിദ്ര്യത്തെ പുൽകിയ അമ്മ. പുൽത്തൊഴുത്ത് പ്രസവപീഠമാക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. തീരെ സൗകര്യമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ വിള്ളലും വിണ്ടുകീറലുമൊക്കെ ധാരാളമുള്ള സ്ഥലം. സ്വാഭാവികമായും ഒരു പെണ്ണും അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇഷ്ടപ്പെടില്ലെന്ന് അത്രയൊന്നും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അല്ലേ? എന്നിട്ടും അവൾ അവിടെ സുരക്ഷിതയായിരുന്നു. അവളുടെ മുഖം വാടിയ കഥയാരും പറഞ്ഞത് കേട്ടതുമില്ല. ഔസേപ്പിതാവിനോട് മെച്ചപ്പെട്ട സ്ഥലം തിരയാൻ ആവശ്യപ്പെട്ടില്ല. എന്തായിരുന്നു അമ്മ മറിയത്തെ ആ കാലിത്തൊഴുത്തിൽ പിടിച്ചു നിർത്താനുണ്ടായ പ്രചോദനം? ദാരിദ്ര്യമെന്ന വ്രതമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല അത്. അവൾ ദാരിദ്ര്യത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തവളാണ്. ദാരിദ്ര്യാരൂപിയുടെ കുളിർത്തന്നൽ ആവോളം ആസ്വദിച്ചവളാണ് മറിയം. കാലിത്തൊഴുത്തും അവൾക്ക് രാജകൊട്ടാരമായിരുന്നു. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴിയിൽ അവൾ തകർന്നു പോകാതിരുന്നത്. ആ അമ്മയുടെ മകനാണ് ദാരിദ്ര്യത്തെ മണവാട്ടിയായി പുൽകിയ അസീസിയിലെ ഫ്രാൻസിസ്. രണ്ടാം ക്രിസ്തുവായ ഫ്രാൻസിസ് മാറിയത് ദാരിദ്ര്യത്തെ വിവാഹം ചെയ്തതുകൊണ്ടാണ്. നമുക്കും ദാരിദ്ര്യാരൂപി പരിശീലിക്കാൻ തുടങ്ങാം. ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാൻ അമ്മേ നീ തുണ. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. വചനം ഷെയർ ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം നമ്മൾക്കുണ്ടാകും. ഓക്കെ, താങ്ക് യു, ബൈ.